2025 ട്രെൻഡ്സിനെ പറ്റി സംസാരിക്കുന്ന ഒരു സീരീസ് ആണിത്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 സ്കിൻ കെയർ ട്രെൻഡ്സിനെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു വീണ സിനർച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈൽ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സ്കിൻ കെയറിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ട്രെൻഡിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നയസിനമൈഡ്, അതായത് വൈറ്റമിൻ B3 എന്ന് പറയുന്നത്. ഇതിൽ ആക്ച്വലി നയസിനമൈഡിന്റെ ടോണർ ഇപ്പോൾ അവൈലബിൾ ആണ്, നയസിനമൈഡിന്റെ സിറംസ് അവൈലബിൾ ആണ്, നയസിനമൈഡിന്റെ ഫേസ് വാഷസ് അവൈലബിൾ ആണ്, സൺസ്ക്രീൻ അവൈലബിൾ ആണ്, മോയ്സ്ചറൈസർ അവൈലബിൾ ആണ്. ആൻഡ് ഹാപ്പിലി നയസിനമൈഡ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഈ വർഷവും ട്രെൻഡിൽ തന്നെയുണ്ട്. ബിക്കോസ് അതാണ് കൂടുതൽ ജെന്റിൽ ആയിട്ടുള്ള, അധികം ഇറിറ്റേറ്റ് ചെയ്യാത്ത, എന്നാൽ ആന്റി ഓക്സിഡന്റിന്റെ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. നെക്സ്റ്റ്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് പോലെ തന്നെ പെപ്റ്റൈഡ്സും ഈ വർഷം കുറച്ചും കൂടി ഇന്നാണ്. കഴിഞ്ഞ വർഷം കൂടുതലായിട്ടും സെറാമൈഡ്സിനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പെപ്റ്റൈഡ്സ് ആണ് ഈ വർഷം കുറച്ചും കൂടി ട്രെൻഡിലുള്ളത്. പെപ്റ്റൈഡ്സിൽ തന്നെ ആക്ച്വലി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ പെപ്റ്റൈഡ്സും ഈ ഒരു വർഷം ഇന്നിലുണ്ട്. അതായത് മെട്രിക്സൽ 3000, ആർജിലൈൻ സൊല്യൂഷൻ, മൾട്ടി പെപ്റ്റൈഡ്സ്, പെപ്റ്റൈഡ്സിൽ തന്നെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോപ്പർ പെപ്റ്റൈഡ്സ്, ഇതൊക്കെ ഈ ഒരു വർഷം ഇന്നിലാണ്. ആൻഡ് സ്കിൻ കെയറിൽ ആക്ച്വലി എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള, ലാക്ടേറ്റിംഗ് സേഫ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് മൈൽഡർ ഫോർമുലേഷനിൽ അല്ലെങ്കിൽ ജെന്റൽ ഫോർമുലേഷനിൽ യൂസ് ചെയ്യുകയാണ്. പെപ്റ്റൈഡ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഹൈഡ്രേറ്റിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു സിറംസോ അല്ലെങ്കിൽ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് നോർമലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഹൈലറോണിക് ആസിഡ് ഒക്കെ കുറച്ച് ഔട്ട് ആയിട്ടുണ്ട്, കൂടുതലായിട്ടും പെപ്റ്റൈഡ്സ് വന്നതോടുകൂടി. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൻ കെയർ ട്രെൻഡ്സ് എന്ന് പറയുന്നത് കോക്ടെയിൽ സിറംസ് ആണ്, അല്ലെങ്കിൽ കോക്ടെയിൽ ഫോർമുലേഷൻസ് ആണ്. മുമ്പ് നമ്മൾ ഓരോരോ സ്കിൻ കെയർ കൺസേണിന് വേണ്ടിയിട്ട് ഓരോരോ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ ആക്ച്വലി കുറച്ചും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെയറപ്പ് ചെയ്യുന്നത്, അതായത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അടുത്ത പ്രൊഡക്റ്റ് ഏത് ലെയർ ചെയ്യണം ഇതിൻ്റെ കൂടെ എന്നുള്ള കാര്യത്തിൽ സംശയമൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഒറ്റ കോക്ടെയിൽ സിറം യൂസ് ചെയ്താൽ മതിയാവും. കോക്ടെയിൽ സിറം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് സ്കിൻ കെയറിൽ. നെക്സ്റ്റ് സ്കിൻ കെയർ ട്രെൻഡ് എന്ന് പറയുന്നത് ഹൈപ്പർപിഗ്മെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് കോജിക് ആസിഡ്, ആൽഫ ബ്യൂട്ടിൻ, ട്രാനക്സാമിക് ആസിഡ് പോലെയുള്ള സിറംസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ, ഈ വർഷം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിക്വറസ്, എംബലിക്ക പോലെയുള്ള കുറച്ചുകൂടെ നാച്ചുറലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതേപോലെ തന്നെ മെലാസിൽ എന്നുള്ള പുതിയ ഇൻഗ്രീഡിയന്റിനെ പറ്റും, പുതിയ ഫോർമുലേഷൻസിനെ പറ്റിയും നമ്മൾ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ വരേക്കും നമുക്കറിയാവുന്നത് ലോറിയൽ പോലെയുള്ള ഒറ്റ ബ്രാൻഡിന്റെ പേറ്റന്റ് ആയിട്ടാണ്. സോ അത് മറ്റുള്ള സ്കിൻ കെയർ ബ്രാൻഡ്സ് യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല. എന്നിരുന്നാലും അതേപോലെയുള്ള സിമിലർ ഫോർമുലേഷൻസ് ഇനിയും നമുക്ക് കാണാൻ പറ്റും. ദെൻ കഴിഞ്ഞ വർഷം വരെ ആക്ച്വലി നമ്മൾ ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് റെറ്റിനോൾ സിറംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഈ വർഷം അത് കുറച്ചും കൂടി എക്സോസോംസ് ആൻഡ് ഗ്രോത്ത് ഫാക്ടർ സിറംസിനെ പറ്റി ആയിട്ടുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ആക്ച്വലി കാണിച്ചിട്ടുണ്ട് ഗ്രോത്ത് ഫാക്ടർ സിറം ഓർഡിനറിയുടെ ഇപ്പോൾ ലോഞ്ച് അയക്കുന്നത്. ഈ ഗ്രോത്ത് ഫാക്ടർ സിറം എന്ന് പറയുന്നത് കൊളാജൻ പ്രൊഡക്ഷനെയും ഇലാസ്റ്റിൻ പ്രൊഡക്ഷനെയും കുറച്ചും കൂടി ഒന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. അടുത്തതായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റ്സിനെ കുറിച്ച് കുറച്ചും കൂടി ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വൈറ്റമിൻ സി, കൊളാജൻ, അതല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് സപ്ലിമെന്റ് രൂപത്തിൽ കുറച്ചും കൂടി ആൾക്കാർ ഉള്ളിലേക്ക് കഴിക്കുന്നുണ്ട്. ആൻഡ് സപ്ലിമെന്റ് രൂപത്തിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളിലേക്ക് കഴിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കുറച്ചും കൂടി ആൾക്കാർ അവെയർ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത്തരം സപ്ലിമെന്റ്സിന്റെ പ്രൊഡക്ഷനും അത് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതും കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സൺസ്ക്രീൻസ് ആണ്. സൺസ്ക്രീൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം വരെ നമ്മൾ കൂടുതൽ സംസാരിച്ചത് കെമിക്കൽ ഫോർമുലേഷനുള്ള സൺസ്ക്രീൻസിനെ പറ്റിയാണ്. ആൻഡ് ഈ ഒരു വർഷം ആക്ച്വലി നമ്മൾ കുറച്ചും കൂടി ഫിസിക്കൽ സൺസ്ക്രീൻസിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. ബിക്കോസ് ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണ് ഇപ്പോൾ ഉള്ളൊരു UVA അല്ലെങ്കിൽ UVB റേസിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ആക്ച്വലി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളതും കുറച്ചും കൂടി ആക്ച്വലി എഫക്റ്റീവ് ആയിട്ട് കാണപ്പെടുന്നത്. ആൻഡ് ഫിസിക്കൽ സൺസ്ക്രീൻസിന്റെ ഫോർമുലേഷന്റെ കാര്യത്തിൽ കുറേ അധികം മുന്നോട്ട് പോയിട്ടുണ്ട് കോസ്മെറ്റിക് ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന, നല്ല ഫിനിഷ് കിട്ടുന്ന സൺസ്ക്രീൻസ് ആണ് ഫിസിക്കൽ സൺസ്ക്രീനിന്റെ കാര്യത്തിലും ആക്ച്വലി ഇപ്പോൾ ഇന്നായി ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കിൻ കെയർ ട്രെൻഡ്സ്. നെക്സ്റ്റ് നമുക്ക് മേക്കപ്പ് ട്രെൻഡ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.